നമസ്കാരം, ഞാൻ ബിജുകുമാർ. Vedic4.com ഞങ്ങളുടെ ഓൺലൈൻ ആസ്ട്രോളജി സർവീസാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു വ്യാഴമാറ്റം, മെയ് മാസത്തിൽ നടക്കുന്ന വ്യാഴമാറ്റ കാലഘട്ടം വിശാഖം നക്ഷത്രത്തിൻ്റെ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, അതായത് തുലാക്കൂറിൽ ജനിച്ച വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അമിതമായിട്ടുള്ള ഒരു ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു നല്ലൊരു മാറ്റ സമയ കാലഘട്ടമാണ്. കുടുംബത്തിൽ നിന്ന് നമുക്ക് അംഗീകാരങ്ങളും പ്രശംസകളുമൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പ്രവർത്തന മേഖലകളിൽ കുറച്ചുകൂടെ ഒന്ന് ഉഷാറായി വരുവാനുള്ള ഒരു സാധ്യത ഉണ്ട്. സാമ്പത്തിക ഞെരുക്കം മാറും. കുറച്ച് കൂടുതൽ തുകകൾ, കാശ് നമുക്ക് എവിടെ നിന്നെങ്കിലൊക്കെ ലഭിക്കുവാനുള്ള ഒരു എവിടെ നിന്നെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്നോ, നമ്മുടെ പൂർവികരുടെ സമ്പാദ്യത്തിൽ നിന്നോ അങ്ങനെയൊക്കെയുള്ള സമ്പാദ്യങ്ങളൊക്കെ ലഭിക്കുവാനോ, നമുക്ക് അവാർഡുകളൊക്കെ ലഭിക്കുവാനോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മോണിറ്ററി നിന്നൊക്കെ എന്തെങ്കിലും മാറ്റം ലഭിക്കുവാനോ ഒക്കെയുള്ള ഒരു സാധ്യത, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന തുകകൾ, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പലിശ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആദായങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലുള്ള വരുമാന സാധ്യതകൾ, അങ്ങനെയുള്ള സാധ്യതകൾ നമുക്ക് നമ്മുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന പ്രവൃത്തികളുടെ നിന്ന് കിട്ടുന്ന ലാഭങ്ങൾ, അങ്ങനെയുള്ള കുറേ ലാഭവിഹിതങ്ങൾ നമുക്ക് ബൾക്കായിട്ട് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈശ്വരാധീനം മൂലം പുതിയ പുതിയ ഐഡിയകളും ആശയങ്ങളും ഒക്കെ നടപ്പിൽ വരുത്താൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗക്കാർക്ക് സമയം അത്ര അനുകൂലമല്ല എങ്കിൽ കൂടിയും രോഗനിർണയങ്ങളൊക്കെ നടത്തി ചികിത്സകളൊക്കെ ഫലപ്രദമാക്കാൻ തീർച്ചയായിട്ടും സഹായകമാകും. മറ്റ് പ്രവർത്തന മേഖലകളിലേക്കൊക്കെ സജ്ജമാകാനുള്ള ഒരു കാലഘട്ടം, നമുക്ക് തയ്യാറാകുന്നതിനുള്ള കാലഘട്ടം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. എന്നാൽ സർക്കാർ മേഖലകളിൽ നമുക്ക് ഒരു തൊഴിൽ മേഖലകളിലൊക്കെ ശ്രമിക്കുവാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ 100% വിദേശ യോഗത്തിനും ഈ ഒരു കൂറിൽപ്പെട്ടവർക്ക്, വൃശ്ചിക കൂറിൽപ്പെട്ടവർക്ക് വിദേശ യോഗത്തിന് വേണ്ടിയും വിദേശ യാത്രകൾക്ക് വേണ്ടിയും വിദേശ തൊഴിലിനൊക്കെ വേണ്ടിയും പരിശ്രമിക്കാൻ പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു വ്യാഴമാറ്റ കാലഘട്ടം. അതുപോലെ വിദേശത്ത്, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നമുക്ക് നല്ലൊരു ശ്രമം നടത്താം ഈ വൃശ്ചിക കൂറിലെ വിശാഖ നക്ഷത്രക്കാർക്ക്, അതായത് അവസാന പാദത്തിൽ വരുന്ന വിശാഖ നക്ഷത്രക്കാർക്ക്.